അദ്ദേഹം നമ്മളെ ധരിപ്പിക്കും. മാത്രമല്ല അതിന് മുഖാന്തരമായി തീർന്ന മറ്റു ചില കോടതി വിധികളൊക്കെ ഉണ്ട്, അതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം പരാമർശിക്കും. അതുകൊണ്ട് അങ്ങോട്ടൊക്കെ ഞാൻ കടക്കുന്നില്ല. പ്രിയ EM വർഗീസ് സഹോദരൻ, അദ്ദേഹം അങ്കമാലി ടൗൺ അസംബ്ലിയിലെ മൂപ്പന്മാരിലെ ആളാണ്. അദ്ദേഹം ഈ കാര്യങ്ങൾ നമ്മെ ദൈവമക്കളെ ഒരുമിച്ച് കേൾപ്പിക്കത്തക്കവണ്ണം വിശദീകരിക്കത്തക്കവണ്ണം തക്ക സമയത്ത് തന്നെ വന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ഈ സമ്മേളനത്തിലേക്ക് ഞാൻ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യും. അതുപോലെ നമ്മുടെ ഈ പ്രശ്നത്തെ കുറിച്ച് കേട്ടപ്പോൾ പെട്ടെന്ന് ചില ഒരു ചെറിയ പരിഹാരത്തിന് വേണ്ടി ശ്രമം നടത്തുകയും അതിനെ നമ്മെ സഹായിക്കുകയും ചെയ്ത നമ്മുടെ ഒരു പ്രിയ സഹോദരനാണ് ജോസഫ് സി മാത്യു. അദ്ദേഹം കുമനാട്ടുകാരനാണ്, കുമനാട് പാറമേൽ സഭാംഗമാണ്. അദ്ദേഹത്തിന്റെ കുടുംബം ഈ സ്ഥലത്തെ വർഷങ്ങളായിട്ട് ബ്രദറൻ വിശ്വാസം നിലനിർത്തുന്ന കുടുംബമാണ്. താന് ഇപ്പോഴേ തന്റെ ഔദ്യോഗിക പദവികളെ കുറിച്ച് പറയുന്നത് അദ്ദേഹം തന്നെ പറഞ്ഞോട്ടെ. താൻ തക്ക സമയത്ത് ഈ കാര്യം മനസ്സിലാക്കുകയും മുഖ്യമന്ത്രിയുമായിട്ട് ഈ കാര്യം റെപ്രസെന്റ് ചെയ്യുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു താൽക്കാലികമായ ഒരു സ്റ്റേയെങ്കിലും നമുക്ക് കിട്ടിയത്. എന്നാൽ അത് തുടർന്നു പോകാനായിട്ട് കോടതി അനുവദിച്ചില്ല എന്നുള്ളത് വേറൊരു കാര്യം തന്നെ. നമുക്ക് വേണ്ടി അത്രയും പ്രവർത്തിക്കത്തക്കവണ്ണം കർത്താവ് ഒരാളിനെ ഒരുക്കിയിരുന്നു. തന്നെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ സഹോദരൻ ജോസഫ് സി മാത്യു ചില കാര്യങ്ങൾ നമ്മെ അറിയിക്കും. അതിനായിട്ട് അദ്ദേഹത്തെ ഞാൻ ക്ഷണിക്കുകയാണ്. കൂടാതെ ഈ സമ്മേളനത്തില് ഇതിന്റെ ചുമതല വഹിക്കുന്ന അതായത് ഇവിടെ രൂപീകരിക്കപ്പെട്ട കോർഡിനേഷൻ കമ്മിറ്റിയുടെ ചെയർമാനായിരിക്കുന്ന പ്രിയ സാങ്കുട്ടി സാർ, അദ്ദേഹം ഒരാഴ്ചയായിട്ട് അക്ഷീണം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്, രാവിലെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിന്റെയും അതുപോലെ തന്നെ കോർഡിനേഷന്റെയും ഫലമായിട്ടാണ് ഇത്രയും പേർ ഇവിടെ വരാനിടയായിട്ടുള്ളത്. ആ പ്രിയ സഹോദരനെ പ്രത്യേകം ഞാൻ സ്വാഗതം ചെയ്യുന്നു. കർത്താവിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇവിടെ വന്ന എല്ലാവരെയും, സ്റ്റേജിലിരിക്കുന്നവരും അതുപോലെ സദസ്സിലിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ആത്മാർത്ഥമായിട്ട് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. കർത്താവിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമുഖ പ്രസ്താവന ബ്രദർ രാജു കെ തോമസ്. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവജനത്തിനും എൻ്റെ സ്നേഹവന്ദനം അറിയിച്ചുകൊള്ളുന്നു. കേരളത്തിലെ മാത്രമല്ല, ഇന്ത്യയിലെ തന്നെ ബ്രദർ വിശ്വാസികളായ അനേക സഭകളും ഇന്ന് പല പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ കൂടി കടന്നു പോവുകയാണ്. സഭയുടെ ആദിമകാലങ്ങളിൽ മറ്റുള്ള ക്രൈസ്തവ വിഭാഗങ്ങളിൽ നിന്നും മറ്റും നമ്മൾക്ക് പലവിധമായ പ്രതികൂലങ്ങളുണ്ടായി. തുടർന്ന് കഴിഞ്ഞ കാലങ്ങളിൽ മറ്റ് പലവിധമായ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും സുവിശേഷ യജ്ഞങ്ങളോടുള്ള ബന്ധത്തിലും സഭയോടുള്ള ബന്ധത്തിലും നാം നേരിടേണ്ടി വന്നു. എന്നാൽ തികച്ചും വ്യത്യസ്തമായി ഈ കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുൻപ് കേരളം ഭരിക്കുന്ന സർക്കാർ തന്നെ, അല്ലെങ്കിൽ കേരള ഗവൺമെന്റ് തന്നെ ബ്രദറൻ സഭ എന്ന് പറയുന്ന സഭ ഒരു ക്രൈസ്തവ സഭ അല്ല എന്ന് ഒരു ഗവൺമെന്റ് ഉത്തരവിൽ കൂടെ, ഒരു ഗവൺമെന്റ് ജിയോയിൽ കൂടെ തന്നെ അത് പ്രസ്താവിക്കുകയും ആ ജിയോയുടെ മറവിൽ അങ്കമാലിലുള്ളതായ പാലസിൻ എന്ന് പറയുന്നതായ ഒരു ഹോട്ടലിന് ബാർ ലൈസൻസ് ലഭിക്കാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ആ ബാർ ലൈസൻസ് ലഭിക്കുന്നതിന് വേണ്ടി അവർ ഉന്നയിച്ച അനേക കാര്യങ്ങളുണ്ട്. അതിൽ ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിൽ 6 കാര്യങ്ങളാണ് അവർ സഭയ്ക്കെതിരായി ഉന്നയിച്ചതായ കാര്യങ്ങൾ. 1, ബ്രദറൻ അസംബ്ലി ഹാൾ ഈസ് എ പബ്ലിക് പ്ലേസ് ഓഫ് വർഷിപ്പ് ആൻഡ് ഡിഫൈൻഡ് ഇൻ ദ ഫോറിൻ ലിക്കർ റൂൾസ് ആസ് എനിബഡി ഫോളോയിങ് ദ ഫെയ്ത്ത് ക്യാൻ ഓഫർ പ്രേയേഴ്സ് therein. ഇത് നമ്മുടെ അസംബ്ലി ഹാൾ അത് കേവലം അസംബ്ലിങ്ങിന് മാത്രമെന്ന് അവർ പറഞ്ഞതായ കാര്യങ്ങൾക്ക് എതിരായി നാം കൊടുത്തതായ കൗണ്ടർ പെറ്റീഷനാണ്. അവരുടെ പോയിന്റ്സ് എന്ന് പറയുന്നത് നമ്മളുടെ സഭാ ഹാൾ അല്ലെങ്കിൽ അസംബ്ലി ഹാൾ എന്ന് പറയുന്നത് ഒരു കാരണവശാലും അത് ഒരു ചർച്ചിന്റെ പരിധിയിൽ വരുന്നില്ല എന്ന് ഉള്ളതായിരുന്നു അവരുടെ എതിർവാദം. എന്നാൽ നമ്മൾ അതിനെതിരായി നാം പറഞ്ഞു, ആർക്കും ഏത് സമയത്തും നമ്മുടെ വിശ്വാസമുള്ളതായ, നാം വിശ്വസിച്ചിരിക്കുന്ന, നാം മനസ്സിലാക്കിയിരിക്കുന്ന ആ രീതിയിൽ വിശ്വസിക്കുന്ന ആർക്കും കടന്നു വന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും ഉള്ളതാണ് നമ്മുടെ സഭാകളെന്ന് നാം പറയുകയുണ്ടായി. രണ്ടാമത്, നോ സ്റ്റാറ്റ്യൂട്ടറി ബോഡി ഹാസ് റെക്കഗ്നൈസ്ഡ് ഇൻ നേച്ചർ. ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി, അതായത് പഞ്ചായത്ത്, താലൂക്കോ വില്ലേജ് ഓഫീസോ മറ്റേതെങ്കിലും രജിസ്ട്രാറോ ഡിസ്ട്രിക്ട് രജിസ്ട്രാറോ അങ്ങനെയുള്ള ആരും തന്നെ ഇതിനെ അംഗീകരിച്ചിട്ടില്ല, രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യമായി അവർ പറയുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നത്. ഒരുപക്ഷെങ്കിൽ ഇന്ത്യയിൽ
നാം ഒക്കെയും മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ആരാധിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഒരു പള്ളിക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു സഭയ്ക്ക് വേണ്ടി രജിസ്ട്രേഷന്റെ ആവശ്യമില്ല. ഭരണഘടന നമ്മൾക്ക് തരുന്നതായ നമ്മളുടെ അവകാശമാണ് എവിടെയും കൂടി വന്ന് ആരാധിക്കുവാനുള്ള അവകാശം. എന്നാൽ നമുക്കെതിരെ അവർ നിരത്തിയതായ ഒരു പോയിന്റ് നമ്മൾക്ക് രജിസ്ട്രേഷൻ ഇല്ല എന്നുള്ളതാണ്. മറ്റൊരു പോയിന്റ്, ബിൽഡിംഗ് പെർമിറ്റ് ആൻഡ് ഇലക്ട്രിക് കണക്ഷൻ ആർ നോട്ട് ഇൻ ദ നെയിം ഓഫ് കണക്ഷൻ ആർ ഇൻ ദ നെയിം ഓഫ് ഇൻഡിവിജ്വൽസ്. നാം പലപ്പോഴും സഭാ ഹോളുകൾ പണിയുമ്പോൾ പെട്ടെന്ന് കണക്ഷനുകൾ കിട്ടാൻ വേണ്ടി ഇലക്ട്രിസിറ്റി ബോർഡിൽ നാം കൊടുക്കുമ്പോൾ നമ്മളുടെ ആരെങ്കിലും എവിഡൻസിന്റെ പേരെഴുതി അത് കൊടുക്കാറുണ്ട്. സത്യമാണ്. എന്നാൽ ആ കൊടുക്കുന്നതിന്റെ അകത്ത് ബ്രദറൻ സഭാ ഹോൾ എന്ന് അല്ലെങ്കിൽ ബ്രദറൻ സഭ എന്നിവിടെ വെച്ചിട്ടില്ലാത്തതിന്റെ പേരിൽ അത് ഇൻഡിവിജ്വലിന്റെ പേരിലാണെന്ന് പറഞ്ഞ് അങ്ങനെയും ഒരു കൗണ്ടർ പോയിന്റ് അവരെ കൊണ്ടുവരുവാൻ ഇടയായി. There is no worship. അടുത്ത പോയിന്റ്, there is no daily worship in the hall and there is no cemetery. അവിടെ ദിവസവും ആരാധന നടക്കുന്നില്ല. അല്ലെങ്കിൽ മറ്റുള്ള പള്ളികളിൽ പലപ്പോഴും കത്തോലിക്ക പള്ളികളിലും മറ്റും നടക്കുന്നത് പോലെ എന്നും ആരാധന നടക്കുന്നില്ല എന്നുള്ളതാണ് അവർ കൊണ്ടുവന്ന മറ്റൊരു പോയിന്റ്. നമ്മളുടെ സഭായോഗങ്ങൾ ഞായറാഴ്ചയാണ് കൂടാറുള്ളത്. അല്ലാത്ത ദിവസം പ്രാർത്ഥനായോഗങ്ങളുണ്ട്. ആ കാര്യങ്ങൾ മനസ്സിലാക്കാതെ അവിടെ എന്നും പ്രാർത്ഥനായോഗങ്ങൾ നടക്കുന്നില്ല എന്നുള്ളതായിരുന്നു അവരുടെ മറ്റൊരു പോയിന്റ്. മാത്രമല്ല, അങ്കമാലി മുനിസിപ്പാലിറ്റി ടാക്സ് എക്സംഷൻ തന്നിട്ടുള്ളതായിരുന്നു എങ്കിലും ചില വ്യക്തികളുടെ ഇടപെടൽ മൂലം ആ ടാക്സ് എക്സംഷൻ മാറ്റുവാൻ തക്കവണ്ണം ശ്രമിക്കുകയും അങ്ങനെയുള്ളതായ ഒരു റിപ്പോർട്ട് ഗവൺമെന്റിൽ അവരെ സബ്മിറ്റ് ചെയ്യുവാനും തക്കവണ്ണം ഇടയായി. ഈ കൂടാതെ മാരേജ് ഈസ് കണ്ടക്ടഡ് വിത്ത് എന്ന മറ്റു പല സ്ഥലങ്ങളിലുമാണ് കല്യാണങ്ങൾ നടത്തുന്നത് എന്നാണ് അവര് പറഞ്ഞതായ ഒരു കാര്യം. ഇങ്ങനെയുള്ളതായ കാര്യങ്ങളിൽ നാം കുറെ കൂടെ ശ്രദ്ധിച്ചില്ല എങ്കിൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നാം കുറെ കൂടെ ബുദ്ധിപരമായ കാര്യങ്ങൾ ചെയ്തില്ല എങ്കിൽ വീണ്ടും ഈ രീതിയിലുള്ളതായ പ്രശ്നങ്ങൾ മറ്റ് സഭകൾക്കും അല്ല എങ്കിൽ നമ്മുടെ പ്രാദേശികമായുള്ള മറ്റേത് സഭകൾക്കും ഉണ്ടാകുവാൻ തക്കവണ്ണം സാധ്യതയുണ്ട്. ഇവിടെ അങ്കമാലിൽ സംഭവിച്ചത് ആ ഒരു സഭയുടെ പേരിൽ മാത്രമാണെങ്കിൽ നാളെ സംഭവിക്കുവാൻ പോകുന്നത് നമ്മുടെ ഓരോ പ്രാദേശിക സഭകളുടെയും അടുത്ത് ഇങ്ങനെയുള്ളതായ ഒരു വാർ വന്നിട്ട് ഈ ഗവൺമെന്റ് ഓർഡർ കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഈ ഗവൺമെന്റ് ഓർഡറിന്റെ പേരിൽ മറ്റ് സഭകളല്ല എന്ന് പറയുവാൻ തക്കവണ്ണം യാതൊരു പ്രയാസവുമില്ല. കാരണം 1990 എറണാകുളത്തുള്ള സൗത്ത് അസംബ്ലിയോടുള്ള ബന്ധത്തിൽ നടന്നതായ ഒരു കേസിന്റെ ചുവട് പിടിച്ചാണ് ഈ കേസും പോയിരിക്കുന്നത്. അതിൽ നമ്മുടെ എറണാകുളത്തുള്ളതായ നമ്മുടെ സൗത്ത് അസംബ്ലിയിലെ സഹോദരന്മാർ അറിഞ്ഞിട്ട് പോലും ഇല്ലാത്ത, ആ സഭയിൽ അംഗം പോലും അല്ലാത്ത MK ബേബി എന്ന് പറയുന്നതായ ഒരാള് ആ ഒരു ബാറിന്റെ ബിനാമിയായി നിന്നുകൊണ്ട് അല്ലെങ്കിൽ ആ ബാറുകാരൻ തന്നെ വെച്ച ഒരാള് ഒരു പക്ഷെങ്കിലായിരിക്കാം ആ ആളാണ് ആ സഭയുടെ ആളായിട്ട് ആ ബാറിനെതിരെ കേസ് കൊടുത്തത്. ചില മാസങ്ങൾക്ക് ശേഷം ആ ആള് വക്കീലിനെ മാറ്റുകയും തുടർന്ന് കേസ് പ്രസ് ചെയ്തില്ല എന്ന് പറഞ്ഞ് കേസ് ഡിസ്മിസ് ചെയ്യുകയാണ് ഉണ്ടായത്. ആ കേസിൽ പറഞ്ഞിരിക്കുന്ന ചില പരാമർശങ്ങള് നമ്മുടെ സഹോദരന്മാരോ മറ്റുള്ളവരോ അറിയാതിരുന്നതായ ആ വിധിയുടെ പരാമർശം എടുത്തുകൊണ്ടാണ് ഈ കേസിലും കോടതി ചില പരാമർശങ്ങൾ നടത്തുവാൻ തക്കവണ്ണം ഇവിടെയായി തീർന്നത്. അങ്കമാലിയിൽ ഇങ്ങനെ സംഭവിച്ചു, നമ്മൾക്ക് എന്താണ് അതിനകത്ത് നാം ചോദിച്ചാൽ നമ്മൾക്കാണ് തുടർന്നുള്ള നാളുകൾ ഏതൊരു സഭയ്ക്കും എതിരായിട്ട് ഈ ഒരു ഓർഡർ ഉപയോഗിച്ച് ഒരു ബാർ ലൈസൻസ് ഉണ്ടാക്കുവാൻ പ്രയാസമില്ല. എന്നാൽ അത് മാത്രമല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം മറ്റനേക പ്രശ്നങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. അനേക പീഡനങ്ങള്, അനേക എതിർപ്പുകള്, അനേക ബുദ്ധിമുട്ടുകള് നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. കഴിഞ്ഞ ദിവസം മൈനാഗപ്പള്ളിയിലുണ്ടായ പ്രശ്നങ്ങള് നമ്മൾക്കറിയാം. മാത്രമല്ല, മൈനാഗപ്പള്ളിയിലുണ്ടായ പീഡനങ്ങൾ നമുക്കറിയാം. നമ്മുടെ സഹോദരന്മാര് ജയിലിലകപ്പെട്ടു പോയതായ അവസ്ഥ നമ്മൾക്കറിയാം. എന്നാൽ അതൊക്കെ അങ്ങനെയുള്ള സ്ഥലങ്ങളില് ഒരു സഹായം എത്തി